സാർ, ഈ സിനിമയിലെ ഈ വയലൻസ് രംഗങ്ങളൊക്കെ ഈ സമൂഹത്തിൽ വലിയ കുറ്റകൃത്യങ്ങൾക്ക് ഇടയാക്കുന്നു, അല്ലെങ്കിൽ അത് പ്രേരിപ്പിക്കുന്നു എന്നടക്കമുള്ള വിമർശനം എപ്പോഴും വരുന്നുണ്ട്. ഇതിനോടുള്ള സാറിന്റെ പ്രതികരണം എങ്ങനെയാണ്? സിനിമ മാത്രമല്ലല്ലോ, മറ്റു മാധ്യമങ്ങളും ഇതിൽ പങ്കാളികളല്ലേ. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ വായിക്കുന്ന പത്രം മുതൽ ഓൺലൈൻ മീഡിയ, ഇനി സിനിമ മാത്രമല്ല, നമ്മുടെ OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന വിദേശ സിനിമകളിൽ ഉള്ളത്ര വയലൻസ് മലയാളത്തിലെ ഒരു സിനിമയിലുമില്ല. ഇന്ന് കുട്ടികളൊക്കെ കാണുന്നത് OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന സിനിമകളാണ്. ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മളെ ചുറ്റുപാടും നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി, സമൂഹത്തിൽ നമ്മൾ കാണുന്ന എന്താ, ഒരു സമാധാനപരമായിട്ട് ജനാധിപത്യ രീതിയിൽ സമരം നടത്തുന്ന കുറച്ച് യുവാക്കളെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും അടിച്ച് തല തല്ലി പൊളിക്കുമ്പോൾ നമ്മളെ നേർവഴിക്ക് നടത്തേണ്ട ഭരണാധിപന്മാർ പറയുന്നത് എന്താണ്? അത് ജീവൻ രക്ഷാ പരിപാടിയാണ് പറയുന്നത്, അല്ലേ? അത് ജീവൻ രക്ഷാശ്രമം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കാണുന്ന കുട്ടികളെന്താ വിചാരിക്കുക? ഒരാളെ അടിച്ചു കൊല്ലുന്നത് ജീവൻ രക്ഷാശ്രമമാണ്, തലയടിച്ച് പൊട്ടിക്കുന്നത് ജീവൻ രക്ഷയാണ്. ഇനി അതല്ല, കുറ്റകൃത്യങ്ങൾ ചെയ്ത് കൊലപാതകങ്ങൾ ചെയ്ത് ജയിലിൽ പോയി വരുന്നവർക്ക് കിട്ടുന്ന സ്വീകരണം ആലോചിച്ചു. കാപ്പ ചുമത്തിയ ആൾക്കാർക്ക് കൊടുക്കുന്ന സ്വീകരണങ്ങൾ, പിന്നെ ഈ മറ്റ് ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം, പോലീസിൽ തന്നെയുള്ള ക്രിമിനലുകൾ, ഇനി വലിയ വലിയ ശിക്ഷകൾ നടപ്പാക്കേണ്ട കേസ്, അതായത് RIC വെറ്റിനറി കോളേജിലെ കുട്ടിയെ റാഗിങ്ങിന് ഇരയാക്കി ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്നു. എന്തായി? ആ പ്രതികളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കാനാണ് നമ്മുടെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രിൻസിപ്പളുടെ കസേര കത്തിക്കുന്നു, പ്രിൻസിപ്പൾ തന്നെ പ്രതീകാത്മകമായി കുഴിച്ചിടുന്നു, ശവസംസ്കാരം നടത്തുന്നു. ഇതൊക്കെ കാണുന്ന ഒരു തലമുറ ഒന്നാമത് സ്കൂളുകളിൽ തന്നെ കോഴ കൊടുത്തിട്ടാണ് അധ്യാപകർ ജോലിക്ക് കയറുന്നത് എന്ന് മനസ്സിലാക്കുന്ന വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഈ അധ്യാപകരുടെ സ്നേഹം ഉണ്ടാവുക? അല്ലെ, അധ്യാപകർക്ക് എങ്ങനെ കുട്ടികളോട് സ്നേഹം ഉണ്ടാവും? അപ്പൊ ബേസിക്കായിട്ട് നമ്മുടെ സൊസൈറ്റി തന്നെയാണ് ഈ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത്. സിനിമ കണ്ടിട്ട് ഒരാൾ ഒരു വയലന്റ് ആയ സിനിമ കണ്ടിട്ട് ഓടിപ്പോയിട്ട് ചുറ്റി എടുത്തിട്ട് നാലാളെ കൊന്നതായിട്ട് എവിടെയും ഞാൻ കേട്ടിട്ടില്ല. സ്വാധീനിക്കുന്നുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. സാഹിത്യം സ്വാധീനിക്കുന്നുണ്ടാവാം. ഇപ്പൊ തന്നെ ഒരു എഴുത്തുകാരി പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരാൾ ഒഴിവാക്കണമെങ്കിൽ കഷായം കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്വാധീനങ്ങൾ ഉണ്ടാവാം, പത്രങ്ങൾക്കുള്ള സ്വാധീനം ഉണ്ടാവാം. സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇത്തരം സിനിമകൾ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം സംബന്ധിച്ചും ചർച്ചയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം വയലൻസ് സിനിമകൾ, ഒരുപാട് ബ്ലഡ് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഇത്തരത്തിൽ ചെറിയ കുട്ടികളുടെ അക്രമങ്ങൾ കാണിക്കുന്ന സിനിമകളൊക്കെ അതിനാണ് A സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. A സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ആ പടം വയലൻസ് കാണിക്കുന്ന പടമാണ്, അല്ലെങ്കിൽ അശ്ലീലമുള്ള സിനിമയാണ്, നിങ്ങളത് കാണണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്നാമത് സെൻസർ ബോർഡിന് തന്നെ എന്താ പറയാ, എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അത് ഇതിനേക്കാൾ കുറഞ്ഞ വയലൻസ് കാണിക്കുന്ന പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ തടഞ്ഞു വെക്കുകയും, ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ ഏതാണെന്ന് എനിക്ക് മനസ്സിലായി, ആ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുന്നു, അത് കാണുന്നു. ഇനി അതല്ല, അതിലപ്പുറം വയലൻസ് ഉള്ള സിനിമകൾ OTT പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ OTT പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് സെൻസറിങ് കൊണ്ട് നിരോധിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അത് പുറത്തുനിന്ന് അപ്ലോഡ് ചെയ്യുന്ന സിനിമകളാണ്, വിദേശത്തുനിന്ന്. അതിവിടെ നിരോധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ സിനിമ കണ്ട്, ഇപ്പൊ ഗാന്ധി സിനിമ കണ്ടിട്ട് ഒരാൾ പിറ്റേ ദിവസം ഗാന്ധിയായി ഞാൻ കണ്ടിട്ടില്ല, ഗാന്ധിസ്ഥയിലേക്ക് തിരിഞ്ഞു പോയത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ സിനിമ അങ്ങനെ സ്വാധീനിക്കുന്നില്ല. സിനിമ ചില എന്താ പറയാ, മനസ്സിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കും. അതൊരു സിനിമ കണ്ട ഉടനെ അയാൾ പോയിട്ട് 5 ആൾ ചുറ്റിക്കൊണ്ട് അടിച്ച് കൊല്ലുന്നു എന്ന് ഞാൻ കേട്ടിട്ടില്ല. സിനിമ അദ്ദേഹത്തിന് ആ കാണുന്ന ആളുടെ മനസ്സിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കും. അത് നല്ലതും ചീത്തയും ഉണ്ടാക്കും. നല്ല ചലനങ്ങൾ ഉണ്ടാക്കിയത് വളരെ അപൂർവമാണ്. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വിദേശ സിനിമകളടക്കം ഇപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കേരളത്തിലൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അതൊക്കെ സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വയലൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ? മൊത്തം സൊസൈറ്റി തന്നെ വയലൻസിലേക്കല്ലേ പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, യുദ്ധം കാണാനാണ് കൊതി ആൾക്കാർക്ക്, അല്ലേ? യുദ്ധം കാണാനാണ് കൊതി, യുദ്ധം ചെയ്യാനാണ് കൊതി. യുദ്ധോപകരണങ്ങൾ വിറ്റിട്ട് കോടികൾ സമ്പാദിക്കുന്നതാണ് ഏറ്റവും മഹത്തരമെന്ന് കരുതുന്ന ഒരു ജനറേഷനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല വിത്തും ധാന്യങ്ങളും നട്ടിട്ട് കൃഷി നടത്തുക എന്നുള്ളതല്ലല്ലോ ആൾക്കാർക്ക് താല്പര്യം. ഗെയിമുകൾ കളിക്കുന്നുണ്ടാ, കുട്ടികൾ കളിക്കുന്ന ഗെയിം മുഴുവൻ വയലൻസ് അല്ലേ? അപ്പോൾ നമ്മൾ അടിമുടി മാറേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു സിനിമ വന്നിട്ട് കുറെ ആൾക്കാരെ വയലൻസിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് യാതൊരു കാര്യമില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.